എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പുട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, ഈ രീതിക്ക് ഒന്ന് പുട്ട് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിമിഷ നേരം കൊണ്ട് തന്നെ സമയം ഒട്ടും പോകാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുട്ടിൻ്റെ റെസിപ്പി തന്നെയാണ്. എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പുട്ടുപൊടി എടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 കപ്പ് പുട്ടുപൊടിക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പൈനാപ്പിളിന് അധികം മധുരം ഇല്ലാത്തതുകൊണ്ടാണ്. പൈനാപ്പിളിന് മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണമെന്നില്ല. എന്നിട്ട് ഒരു 1/4 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും പൈനാപ്പിളിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. നമുക്കിഷ്ടമുള്ളതനുസരിച്ച് പൈനാപ്പിളൊക്കെ എടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോഴേ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് നനയ്ക്കരുത് കേട്ടോ. കാരണം പൈനാപ്പിളിനകത്തൊക്കെ ആവശ്യത്തിന് വെള്ളം നനവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നോക്കിയിട്ട് മാത്രമേ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാവൂ. പല പുട്ടുപൊടിക്കും പല നനവാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ പുട്ടുപൊടി എന്തുമാത്രം നനഞ്ഞിരിക്കണമെന്നറിയാമല്ലോ. അതിനനുസരിച്ച് നനച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 കപ്പിൽ കൂടുതൽ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പുട്ടുപൊടി എടുത്തു, 1/2 കപ്പിൽ കൂടുതൽ തേങ്ങയും കൂടെ വേണമെങ്കിൽ 1 കപ്പ് തേങ്ങ എടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് കിട്ടുവേ. ഈ പൈനാപ്പിളും തേങ്ങയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വെള്ളം നോക്കിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. അന്നേരം അങ്ങനെയുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, വേണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് എനിക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം കൂടെ ഒഴിച്ച് നനച്ചെടുക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ തീരെ കുറച്ച് വെള്ളമാണ് എടുത്ത് നനച്ചെടുക്കുന്നത്. ഇങ്ങനെ 2 പ്രാവശ്യമാണ് ഞാൻ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്തെടുത്തിരിക്കുന്നത്. ഇപ്പം തന്നെ പുട്ട് നന്നായിട്ട് നമുക്ക് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അന്നേരം അത് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ വീടുകളിലൊക്കെ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ അധികം വെള്ളം ആവശ്യമേ ഇല്ല. കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പുട്ടുപൊടിയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ച പുട്ടുപൊടി തന്നെയാണ് കേട്ടോ. ഇത്രയും പുട്ടുപൊടി നനച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. പുട്ടുപൊടി എപ്പം നമ്മൾ തയ്യാറാക്കി എടുത്താലും ഏത് പുട്ടാണെങ്കിലും ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായി പൾസ് ബട്ടണിൽ പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എന്നിട്ട് ഞാനിപ്പോൾ അതെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഗ്ലാസ്, ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ പുട്ടുപൊടി ഇട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. നമുക്ക് എത്ര വലിപ്പമുള്ള പുട്ട് ആവശ്യമുണ്ട് അതിനനുസരിച്ചുള്ള പുട്ടുപൊടി നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് അങ്ങ് അമർത്തി എടുക്കരുത്. ആ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അടുപ്പത്തേക്ക് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചു, തട്ടും വെച്ചു. അതിന് മുകളിൽ വാഴയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഈ ഓരോ ഗ്ലാസ് പുട്ടും അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തെടുത്താൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നിമിഷ നേരം കൊണ്ട് നമുക്ക് ഒരുപാട് പുട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു രീതി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇപ്പോൾ സമയമില്ലാതിരിക്കുന്ന കാലങ്ങളിലെ അല്ലേ, നമുക്കെല്ലാം എളുപ്പത്തിൽ തയ്യാറാക്കി കിട്ടണമല്ലോ. അങ്ങനെയുള്ളപ്പം ചെയ്ത് നോക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുട്ടിൻ്റെ മെത്തേഡ് തന്നെ കേട്ടോ. അതുപോലെ നമ്മൾ ആ തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മി എടുക്കുമ്പം പുട്ടിനൊരു ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്നു നോക്കിയാണ്. ഇപ്പം പുട്ടെല്ലാം കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഒരു 9 മിനിറ്റിനുള്ളിൽ തന്നെ 4 പുട്ട് ഒരുമിച്ച് നമുക്ക് തയ്യാറാക്കി കിട്ടി. അന്നേരം എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.